ഹായ് ഫ്രണ്ട്സ്, വയൽക്കാറ്റ് തിമിരി ചെറുവത്തൂരിൽ നിന്ന് ജസ്റ്റ് കിലോമീറ്ററേ ഉള്ളൂ. ഹായ് ഗായ്സ്, അത് ചെറുവത്തൂരിൽ നിന്ന് ഒരു 1.5 കിലോമീറ്ററാണ്. നല്ല പാടമായിരുന്നു. ടൂറിസ്റ്റിൻ്റെ ഭാഗമായിട്ട് പഞ്ചായത്തിൻ്റെ പരിധിയിൽ ആൾക്കാർക്ക് വന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയൽക്കാറ്റ്, പാടത്തിൻ്റെ നല്ല തണുത്ത കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ആസ്വദിക്കാൻ ഒരു വഴിയിടാം, ഇങ്ങനെ ഇരിക്കാനുള്ളൊരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ചെറിയ ചെറിയ സ്റ്റോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഭംഗിയാണ്. ഈവനിങ് ടൈമിലൊക്കെ നിറയെ ആൾക്കാർ. തിമിരി സൈഡാണിത്. ഒരു എന്താ പറയുക, വില്ലേജിനകത്തായതുകൊണ്ട് ആൾക്കാർ തിരിഞ്ഞു നോക്കാത്തൊരു ഇതായിരുന്നു ഈ നാട്ടിലെ ആൾക്കാർ മാത്രം. പക്ഷേ ഇതിൻ്റെ ഇപ്പോൾ ഭാഗമായിട്ട് നിറയെ വണ്ടികൾ നോക്ക്. ഇന്ന് ശിവരാത്രി ദിവസം സൺഡേ ആണ്. നല്ല ആൾക്കാരുണ്ട്, നല്ല വണ്ടികളും തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നല്ല അടിപൊളി മനോഹരമായ സറൗണ്ടിങ് ആണ്. പരിസരങ്ങളൊക്കെ കാണുമ്പം എങ്ങും നീണ്ടു കിടക്കുന്ന പാടം, നെല്ലൊക്കെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ട്. വളരെ മനോഹരമാണ് കാണാൻ വേണ്ടിയിട്ട്. നല്ല കണ്ണിനും മനസ്സിനും ഒക്കെ ഒരു കൗതുകമാണ്. വെച്ചു ഇങ്ങനെ സന്തോഷിച്ചിട്ടിരിക്കുകയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത്. കുറേ യൂട്യൂബിലും വാർത്തയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതെവിടെ ഇങ്ങനെ മാങ്ങ ഉപ്പിലിട്ടതും നെല്ലിക്കും കുറേ വിൽപ്പന സ്നാക്സും സ്റ്റോളൊക്കെ ഉണ്ട് ഇവിടെ. മക്കൾക്കൊക്കെ നല്ല ടൈം പാസ് ആയിരിക്കും. ഇവരൊക്കെ സാധാരണ നാടൻ ചൂണ്ട കൊണ്ട് മീൻ പിടിക്കുകയാണ്. ചെറിയ കുട്ടികളും പാരൻസൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നല്ല വൈബാണ്. എന്താ പറയുക, ചെറിയ തോടുകൾ ഇങ്ങനെ ഇതിനെ തരംതിരിച്ച് 2 ലെയറായിട്ട് മഴക്കാലത്തൊക്കെ നല്ല ഭംഗിയുണ്ടാവും. എന്ത് ഭംഗിയാ നോക്ക്. ഈ സൈഡിൽ കാണാൻ വേണ്ടിയിട്ട് ഒരു സൈഡാണ്. ഇതേപോലെ വേറൊരു വശം ഇതിന് ഓപ്പോസിറ്റ് ഉണ്ട്. നല്ല വൈബാണ്, നല്ല ഭംഗിയാണ്. കുറച്ചും കൂടെ ലേറ്റ് ടൈം ആകുമ്പോൾ നല്ല രസമുണ്ടാവും. ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ മനോഹരമാണ് കാണാൻ വേണ്ടിയിട്ട്. കുറേ ഇത് കേൾക്കുന്നു, വയൽക്കാറ്റ് എന്ന് പറഞ്ഞിട്ട്. ഒരു ദിവസം ഇങ്ങോട്ട് വരണം, ഇതൊക്കെ ആസ്വദിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിന് സമയം ഒത്തു കിട്ടി. മോൾക്കും ഒരു സന്തോഷമായി. ഹായ് ബേബി. ഹലോ. ഹായ് ചേട്ടാ. ചേട്ടൻ്റെ പേര്? സന്തോഷ് കുമാർ. ഇവിടെ അടുത്ത് തന്നെ വീട്? ഓ, ഇവിടെ തന്നെ അല്ലേ. ഇതിപ്പോൾ ചേട്ടൻ ഇവിടെ എത്ര പാടമുണ്ട്? അതെ 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 അല്ലേ. ഇത് സാധാരണ നെല്ല് തന്നെയാ? അതെ അല്ലേ. ഓക്കെ 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 ഓക്കെ. ഇതിപ്പോൾ എത്ര കാലാവും ഇനി വിളയെടുക്കാൻ വേണ്ടിയിട്ട്? ഒരു മാസം. ഓക്കെ. ഇതിന് വെള്ളമൊക്കെ എങ്ങനെയാണ്? പമ്പേഴ്സ് ഉണ്ട് ഇവിടെ? അതെ അല്ലേ. ഓക്കെ ഓക്കെ. സൂപ്പർ സൂപ്പർ. അപ്പോൾ ഇവിടെ ഇതിങ്ങനെ വന്നേ പിന്നെ എങ്ങനെയുണ്ട് ആൾക്കാർ, പബ്ലിക്കൊക്കെ? ഇത് സമൂഹത്തിന് എങ്ങനെയാണ്, നന്മയാണ് വന്നിരിക്കുന്നത്? അതെ. സ്കൂൾ കോളേജിലെ കുട്ടികളൊക്കെ ഇവിടെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. ഇത് നിയന്ത്രിക്കാൻ ആരാ ഉള്ളത്? ഓക്കെ. അവരെങ്ങനെ വരുമോ ഈവനിങ്ങിൽ? ഇടയ്ക്കിടയ്ക്ക് വരും. ഈ കച്ചവടമൊക്കെ അവർക്ക് റെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഇല്ല, അവർ സ്വന്തമായിട്ട് ചെയ്യുന്നത്. അതിനൊന്നും ഒന്നും കമ്മീഷൻ അങ്ങനെ ഒന്നുമില്ല. ഒന്നുമില്ല. അതെ അതെ അതെ. ഓക്കെ. ഏത് ദിവസങ്ങളിൽ ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാരുണ്ടാവും? നിങ്ങളുടെ ഫാമിലിയൊക്കെ വരുമോ ഇങ്ങോട്ട്? വരും. ഓക്കെ. അപ്പോൾ ഇത് നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ കസ്റ്റഡിയിൽ അവർ ചെയ്ത ഒരു ടൂറിസത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. ചെറുവത്തൂർ പഞ്ചായത്തിന്റെ അണ്ടറിലല്ല അല്ലേ? നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത്. പക്ഷേ ചെറുവത്തൂർ പഞ്ചായത്തിന് അണ്ടറിലുള്ള ഭൂമിയാണ്. തോടിന് ഇപ്പുറം ഉള്ളത് കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്തിന്റെ. ഞങ്ങൾ ഓർത്തത് ചെറുവത്തൂർ പഞ്ചായത്തിന്റെ അണ്ടറിലാണ്. ഇതിന്റെ നാമകരണമൊക്കെ എങ്ങനെ വന്നു? വയൽക്കാറ്റ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ടാവും അല്ലേ? ഓക്കെ. ഇനി എന്തായാലും സന്തോഷമുണ്ട്. സന്തോഷേട്ടാ, നന്നായിട്ട് നടക്കട്ടെ. താങ്ക് യു. ഇതിനിടയിൽ എൻ്റെ കെട്ടിയോൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെ അവിടെ റഷൊക്കെ കണ്ടിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇടയ്ക്ക് ടൈം പാസ് അടിക്കുകയാണ്. നമ്മളിങ്ങനെ അകത്തോട് ചെല്ലുക. അപ്പോൾ നമുക്ക് വിവരണമൊക്കെ തന്നെ സന്തോഷ് ഭായ് ഇതാ നടന്നു പോകുന്നു. അദ്ദേഹത്തിൻ്റെതാണ് ഈ പാടങ്ങളൊക്കെ. അദ്ദേഹത്തിൻ്റെ വല്യച്ഛൻ്റെതും അദ്ദേഹത്തിൻ്റെതും. സൂപ്പർ സൂപ്പർ. നല്ല വൈബാണ്. ഒരു ഫാമിലിയും ആൾക്കാരൊക്കെ ആയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്ന തിരക്കാണ് ഇവിടെ. നല്ല ഭംഗിയാണ്. ദിവസം നോക്ക്, എത്ര മനോഹരമാണ് നോക്കൂ. ഇനി ഈവനിങ്ങിലാവുന്നതനുസരിച്ച് വന്നിവിടെ നല്ല ഭംഗിയുണ്ടാവും. കാരണം കുട്ടികളൊക്കെ ആയിട്ട് നല്ല വൈബാണ്. സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ സൊറ പറഞ്ഞിരിക്കാനും നല്ല ചായയും പലഹാരമൊക്കെ ഇവിടെ ഉണ്ട്.
നല്ല ചെറിയ ഗാർഡനൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിനകത്ത് പൂക്കളൊക്കെ ഉണ്ട്. ഇവിടെ നല്ല തട്ടുകട ചായ. ഈ തോടിൻ്റെ അടുത്ത സൈഡാണ്. ആ സൈഡായിരിക്കും കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും അവിടെ. ഇതൊക്കെയോ ഡ്രിങ്ക്സൊക്കെ ഇവിടെ കാണുന്നുണ്ട്, ഫ്രൂട്ട് സലാഡ് പോലെ. ഇങ്ങനെ വയൽക്കാറ്റിൻ്റെ ഇളം തെന്നൽ കാറ്റടിച്ച് ഞങ്ങളിങ്ങനെ ആസ്വദിച്ച് പോവുകയാണ്. കെട്ടിയവൻ്റെ നൈറ്റ് ഡ്യൂട്ടിക്കാണ്. അപ്പോൾ തണുത്ത വെള്ളമാണ് ഓടുന്നത് ആൾ. ബേബിക്കുട്ടി ഇങ്ങനെ ആസ്വദിക്കുന്നുണ്ട്. ാണ് അപ്പോൾ പറയുന്നത് അങ്ങോട്ട് കൊടുക്കാൻ പറയുന്നുണ്ട്. ഹായ് ഒക്കെ പറയുന്നുണ്ട്. രാജേഷ് എന്ന പേര്. കുട്ടികളും അങ്കമാരൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുവാണ്. നല്ല രസമുണ്ട്. ഇതാ ഈ ഒരു ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് അപ്പുറത്ത് അതുപോലെ കാണാം. വളരെ സൂപ്പർ നല്ല ആസ്വാദനം. നല്ല ഭംഗിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ വയൽക്കാറ്റ് തന്നെയാണ്. നല്ല സുഖമുണ്ട്. പോക്കുവെയിൽ കൊണ്ടാൽ പൊന്നാവുന്നല്ലേ. ഇനി പൊന്നാവുമെന്ന് അറിയില്ല. ഇപ്പം ഗോൾഡിനൊക്കെ നല്ല വിലയല്ലേ. ഇവിടെ ഒരു വിരുദ്ധനുണ്ട് കേട്ടോ. അവിടെ വെറുതെ ആൾക്കാർ ഇങ്ങനെ ചൂണ്ട പിടിക്കുന്നത്. ഒരു വിരുദ്ധൻ ഇവിടെ കിടന്നിട്ട് ഏതാണ്ട് വരാൽ കൈച്ചൽ അതെന്ന് തോന്നുന്നു. അവൻ അവിടെ കിടന്നിട്ട് ഇങ്ങനെ ഞങ്ങളെ നോക്കുന്നുണ്ട്. ആരുടെ ഇവിടെ വയൽക്കാറ്റടിക്കാൻ വന്നേന്ന് പറഞ്ഞിട്ട്. ഡേയ് അല്ലേ, അത് ഇതല്ലേ വരാലല്ലേ, വരാൽ. ആ ആണാണ്. അമ്മ ഒരു കല്ലെറിഞ്ഞാൽ പിന്നെ അതിന് ഡിസ്റ്റർബ് ആവില്ലേ. അയ്യോടാ മോനെ. ഇവരുടെ കൃഷിസ്ഥലത്തിലേക്ക് ഇപ്പോൾ നല്ല വേനൽക്കാലം അല്ലേ, വെള്ളമില്ലാത്തതുകൊണ്ട് ഈ ചെറിയ തോടുന്ന് മോട്ടർ അടിച്ചിട്ട് വെള്ളം അവർ കൃഷിസ്ഥലത്തിലേക്ക് വിടുവാണ്. ഒരു ബ്രദർ അവരെ അമ്മയാണോ ഗ്രാൻഡാണോ എന്നറിയില്ല. അവർ അങ്ങേ സൈഡിലുള്ളത്. നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അവിടെ ചിറ വെട്ടി ഇങ്ങനെ വെള്ളം വിടുവാണ്. നല്ല ഭംഗിയുള്ള കാഴ്ചയാണ്. കുട്ടികളൊക്കെ ഞങ്ങളൊക്കെ ഇഷ്ടംപോലെ ഇത് കണ്ട് വളർന്നിട്ടുണ്ട്. കുട്ടികൾ ഇതൊന്നും കാണുന്നില്ലല്ലോ. ഒരു മോളൊക്കെ എങ്ങനെ ആസ്വദിക്കുന്നത് നോക്കി. ഇപ്പോഴത്തെ ഈ തോട്ടിൽ നിന്ന് വെള്ളം കുറവാണ്. ഈ തോട്ടിൽ ഇങ്ങനെ മോട്ടർ അടിച്ച് അവരുടെ കൃഷിസ്ഥലത്തിലേക്ക് വെള്ളം ഇങ്ങനെ കളയുവാണ്. അവിടെ ചിറ കെട്ടിയിട്ട് ഇതിനകത്തേക്ക് പിടിപ്പിക്കുക. നെല്ലാണ് നല്ല പൂത്ത് നിൽക്കുന്നുണ്ട്. കുറച്ചിങ്ങനെ ആസ്വദിച്ച് പോവുകയാണ്. നല്ല ഭംഗിയാണ് കേട്ടോ. അടുത്ത് ഇവിടെ ഉത്സവമാണെന്ന് തോന്നുന്നു. വെട്ടിയൊക്കെ കിട്ടുന്നുണ്ട്. നോക്ക് എന്ത് ഭംഗിയാന്ന് നോക്ക്. വയൽക്കാറ്റിൻ്റെ മനോഹാരിത നോക്കൂ. നമ്മുടെ ചെറുതൂർ തെന്മരയിലെ വയൽക്കാറ്റ് ആസ്വദിച്ച് കാണൂ പ്രേക്ഷകരെ. ഇതാണ് വയൽക്കാറ്റ്. ഇവിടെ ഒരാൾ ബർത്ത്ഡേക്കൊക്കെ കൊച്ചിൻ്റെ ഫോട്ടോ എടുത്ത് ഇങ്ങനെ കളിക്കുവാണ്. ഒരു ചിക്കൂസ് അവിടെ നിന്ന് ഇങ്ങനെ ആസ്വദിക്കുന്നുണ്ട്. എന്തോ അതെ ചെറിയ പരൽമീനുകളൊക്കെ ഉണ്ട്. സൂപ്പർ വയൽക്കാറ്റ്. അപ്പോൾ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിനും മാധവൻ മണിയറ സാറിനും നമുക്കൊരു നന്ദി പറയാം, അവരുടെ ഭരണസമിതിക്കും. ഇനി നമ്മൾ കുറച്ചുകൂടെ ലേറ്റായിട്ട് ചെറിയൊരു വീഡിയോ എടുത്ത് കൺക്ലൂഷനിൽ വരാം. അപ്പോൾ നല്ല റഷൊക്കെ ആയിട്ടുണ്ട് അത്യാവശ്യം. ഓക്കെ ഗൈസ്, അപ്പോൾ വയൽക്കാറ്റിനോട്